രാജ്യം അന്നുവരെ കടന്നു പോകാത്ത ഭീകരതയ്ക്ക് ഇന്ത്യ സാക്ഷ്യം വഹിച്ചിട്ട് ഇന്നേക്ക് 16 വർഷം. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയെ ഭീകരർ മുൾമുനയിൽ നിർത്തിയത് 3 ദിനങ്ങളാണ്. വളരെ ആസൂത്രിതമായി നടത്തിയ ആക്രമണ പരമ്പരയിൽ വിദേശികളും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 166 പേർക്ക് ജീവൻ നഷ്ടമായി. അജ്മൽ കസബ് ഉൾപ്പെട്ട 10 അംഗ ലഷ്കർ-ഇ തോയ്ബ സംഘമായിരുന്നു മുംബൈയെ കുരുതിക്കളമാക്കിയത്. ഛത്രപതി ശിവജി റെയിൽവേ സ്റ്റേഷൻ, താജ് ഹോട്ടൽ തുടങ്ങിയ പല സ്ഥലങ്ങളിൽ അവർ ആക്രമണം അഴിച്ചുവിട്ടു. അതിനു മുൻപുണ്ടായ ഭീകരാക്രമണങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരുന്നു മുംബൈ അറ്റാക്ക്. ആക്രമണത്തിൽ ജീവനോടെ പിടികൂടിയത് അജ്മൽ കസബിനെ മാത്രമായിരുന്നു. കസബിനെ വിചാരണയ്ക്ക് ശേഷം വധശിക്ഷയ്ക്ക് വിധേയനാക്കി. അക്രമികൾ ലക്ഷ്യം വെച്ച തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലൊന്നായിരുന്നു മുംബൈയുടെ അഭിമാന മുഖങ്ങളിലൊന്നായ താജ് ഹോട്ടൽ. അപ്രതീക്ഷിതമായി നടന്ന ആക്രമണത്തിൽ ആദ്യം താജ് ഒന്ന് പതറിയെങ്കിലും പിന്നീടുള്ള മണിക്കൂറുകളിൽ കണ്ടത് ധീരതയുടെ ചേർത്തുനിൽപ്പായിരുന്നു. ആഘോഷരാവിൽ മതിമറന്ന് നിൽക്കുകയായിരുന്ന അതിഥികൾക്ക് ജീവനക്കാർ തങ്ങളാൽ കഴിയുന്ന സുരക്ഷ ഒരുക്കി. മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങളിൽ അവർ മനുഷ്യകവചം തീർത്ത് പ്രതിരോധം സൃഷ്ടിച്ചു. സ്വജീവൻ മറന്ന് അതിഥികളുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ ജീവനുകൾ നഷ്ടമായി. മണിക്കൂറുകളോളം നീണ്ടുനിന്ന ആക്രമണത്തിൽ താജിൽ മാത്രം 33 പേർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ ധീരമായ പ്രതിരോധം തീർത്ത ജീവനക്കാർ അവർ പോലും അറിയാതെ ഹോട്ടലിന് പുറമെ 3 ദിനം അക്ഷമനായി നിന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, രത്തൻ ടാറ്റ. താജ് പാലസിൽ വെടിവെപ്പ് നടക്കുന്നു എന്ന വിവരം അറിഞ്ഞ ഉടൻ രത്തൻ ടാറ്റ ഹോട്ടലിലെത്തി. സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞതിനാൽ അദ്ദേഹത്തിന് ഹോട്ടലിനകത്തേക്ക് കടക്കാനായില്ല. ആക്രമണ സമയത്ത് താജിൽ 300ഓളം അതിഥികൾ മാത്രമുണ്ടായിരുന്നു. അവരെ ജീവനക്കാർ വെടിയൊച്ചകൾക്കനുസൃതമായി പല സ്ഥലങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരുന്നു. ടാറ്റ ഹോട്ടലിന് മുൻപിൽ നിലയുറപ്പിക്കുകയും ചെയ്തു. ഭീകരതയുടെ മുഴുവൻ മണിക്കൂറുകളിലും രത്തൻ ടാറ്റ താജിന് മുൻപിൽ പ്രതീക്ഷയോടെയും ആശങ്കയോടെയും കാത്തിരുന്നു. രത്തൻ ടാറ്റ എന്ന ബിസിനസ്സുകാരൻ എന്നതിലുപരി തൻ്റെ സ്ഥാപനത്തോടും അതിലെ ഓരോ വ്യക്തികളോടും അദ്ദേഹം കാത്തു സൂക്ഷിച്ചിരുന്ന കരുതലിൻ്റെ നേർക്കാഴ്ചയായിരുന്നു അത്. 3 പകലും 3 രാത്രിയും സ്വന്തം സുരക്ഷ പോലും മറന്ന് അദ്ദേഹം താജിന് മുൻപിൽ അക്ഷമനായി നിന്നു. ആക്രമണം നിയന്ത്രണ വിധേയമായ ആദ്യ മണിക്കൂറിൽ തന്നെ അദ്ദേഹം താജിലെ വസാബി റെസ്റ്റോറൻറ്റിലെത്തി. അക്രമികളെ ഉന്മൂലനം ചെയ്ത അവസാന സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു അത്. ഏത് നിമിഷവും ഒരു ആക്രമണം പ്രതീക്ഷിച്ച് തന്നെയായിരുന്നു അദ്ദേഹം അവിടെ കയറിച്ചെന്നത്. ബുള്ളറ്റുകൾ തുളവീഴ്ത്തിയ ചുവരുകൾ, നിലത്ത് ചിന്നിച്ചിതറിയ ഗ്ലാസുകൾ, തകർന്നു കിടക്കുന്ന അകത്തളം, ഇതിനൊക്കെ മുൻപിൽ രത്തൻ ടാറ്റ നിസ്സഹായനായി നിന്നു. പക്ഷേ ഈ നിസ്സഹായതയെ അദ്ദേഹം പെട്ടെന്ന് തന്നെ മറികടന്നിരുന്നു എന്നത് മുന്നോട്ടുള്ള പ്രവൃത്തികളിൽ വ്യക്തമായിരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ് ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന ഓരോരുത്തരെയും അദ്ദേഹം നേരിട്ടെത്തി സന്ദർശിച്ചു. അവരെ ആശ്വസിപ്പിച്ചു. ജീവനക്കാരുൾപ്പെടെ എല്ലാവരുടെയും ചികിത്സാ ചെലവുകൾ ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുത്തു. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകി. അവർ റിട്ടയർ ആവുന്ന വർഷം വരെ ശമ്പളം നൽകുമെന്ന് ഉറപ്പ് നൽകി. ആ ഉറപ്പ് ഇന്ന് വരെ പാലിച്ചു പോകുന്നു. അവരുടെ കുഞ്ഞുങ്ങളുടെ പഠന ചെലവുകൾ ഏറ്റെടുത്തു. ക്രൂരതയുടെ 3 ദിനങ്ങൾക്ക് ശേഷം ഇന്ത്യ സാക്ഷ്യം വഹിച്ചത് മനുഷ്യത്വത്തിൻ്റെ മുഖമായിരുന്നു. ആ മുഖവും നമുക്ക് ഈ വർഷം നഷ്ടമായി. ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് എന്നതിലുപരി ടാറ്റ മുന്നോട്ട് വെച്ച മൂല്യങ്ങളുടെ നേർക്കാഴ്ചയായിരുന്നു മുംബൈ ആക്രമണം. ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിൻ്റെ വിപുലീകരണത്തിന് മുംബൈ ആക്രമണം പിന്നീട് കാരണമായി. UAPA ആക്ടിലെ ഭീകരതയ്ക്കുള്ള നിർവചനം പുനർനിർവചിക്കപ്പെട്ടു. ഫെഡറൽ സംവിധാനങ്ങൾക്ക് വിരുദ്ധമാണെങ്കിലും മുംബൈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു വന്ന പൊതുജന രോഷം കാരണം എതിർപ്പുകളില്ലാതെ തന്നെ നാഷണൽ ഇന്റലിജൻസ് ബ്യൂറോ അഥവാ NIA രൂപീകരണത്തിന് വഴിവെച്ചു. സാഗർ കവച് ഉൾപ്പെടെയുള്ള പദ്ധതികൾ സമുദ്ര സുരക്ഷ വർദ്ധിപ്പിക്കാനും ഇടയായി. രാജ്യത്തിനേറ്റ മുറിവുകൾ ഇതുകൊണ്ടൊന്നും ഉണക്കാൻ കഴിയില്ല. എങ്കിലും കൂടുതൽ ജീവനുകൾ പിന്നീട് നഷ്ടമാവാതിരിക്കാൻ ഇവ സഹായിച്ചു. ഈ ദിനം ഇന്നും ഓർമ്മപ്പെടുത്തുന്നത് ഭീകരതയുടെ ക്രൂരമായ മുഖവും അതിനെ ചെറുത്തുനിന്ന് തോൽപ്പിച്ച ധീരതയുടെയും ത്യാഗത്തിൻ്റെയും മുഖം കൂടിയാണ്. ഓർക്കാം, ഇന്ന് ജീവൻ പൊലിഞ്ഞവരെയും ഈ ദിനം നൽകിയ മുറിവുകൾ ഇന്നും പേറുന്നവരെയും.